തെറ്റായ പ്രൊപ്പോർഷൻസ്, തെറ്റായ ആംഗിൾ ഓർ റോങ് ഷേപ്പ്. നിങ്ങളും ഇതുപോലെയാണോ മുഖം വരക്കുന്നത്? നിങ്ങൾക്കും പെർഫെക്റ്റായി ഇതുപോലെ മുഖം വരക്കണമെന്ന് ആഗ്രഹമുണ്ടോ? എങ്കിൽ ഈ വീഡിയോ നിങ്ങൾക്കുള്ളതാണ്. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് എങ്ങനെ ഒരു മുഖത്തിൻ്റെ ഷേപ്പ് നമുക്ക് എങ്ങനെ പെർഫെക്റ്റായി വരച്ചെടുക്കാമെന്നുള്ളതാണ്. സോ ലെറ്റ്സ് ബിഗിൻ ദ വീഡിയോ. വെൽക്കം ബാക്ക് ടു ഹാരിസ് കെ ആർട്സ്. ഓക്കെ, അപ്പോൾ മുഖം വരക്കാനായിട്ട് ആദ്യം ഞാൻ കോമ്പസിൽ ഒരു 6 സെൻറ്റിമീറ്റർ അളന്നെടുത്തിട്ട് ഒരു റൗണ്ട് നമുക്ക് വരച്ചെടുക്കാം. അതായത് നമ്മുടെ A4 ഷീറ്റിൻ്റെ മുകളിലായിട്ട് നമുക്ക് ആദ്യം റൗണ്ട് ഞാൻ വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് അതിൻ്റെ സെൻറ്റർ പോയിൻ്റ്. അപ്പോൾ നമ്മൾ ഇനി ചെയ്യാൻ പോകുന്നത് ഈ സെൻറ്റർ പോയിൻ്റ്, അതായത് സർക്കിളിൻ്റെ മിഡിലായിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാം, അതാണ് സെൻറ്റർ. അപ്പോൾ അവിടെ നിന്ന് താഴത്തേക്ക് വരച്ചെടുക്കാം. അപ്പോൾ മൊത്തം 12 സെൻറ്റിമീറ്ററായി. ഇനി അതിന് ശേഷം അവിടെ നിന്ന് നമ്മൾ സെൻറ്ററിൽ നിന്ന് അവിടത്തേക്ക് 6 സെൻറ്റിമീറ്ററാണ്. അതേ 6 സെൻറ്റിമീറ്റർ നമ്മൾ താഴത്തേക്ക്, സർക്കിളിൻ്റെ താഴത്തേക്കും നീട്ടി ഒന്ന് വരക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ ഒരു ലൈൻ കിട്ടി. ഇനി സെൻറ്റർ ലൈനിൽ നിന്ന് നമുക്ക് ഒരു ക്രോസ് ആയിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. അതായത് നമ്മൾ സർക്കിളിൻ്റെ സെൻറ്റർ ഭാഗം അവിടെ നമ്മൾ ക്രോസ് ചെയ്തു. അപ്പോൾ 2 ഭാഗമായി കിട്ടി. മുകളിൽ നിന്ന് അപ്പറായിട്ട് നമുക്ക് താഴത്തേക്കും കിട്ടി സെൻറ്റർ സർക്കിൾ. അപ്പോൾ ഇനി താഴത്തെ ഈ സർക്കിളിൻ്റെ താഴത്തെ ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു, ഡിവൈഡായിട്ട് 2ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ സെൻറ്ററിൽ നമുക്കൊരു ലൈൻ അവിടെ ഇട്ട് കൊടുക്കാം. അതായത് 2ആയിട്ട് ഈ ലൈനാണ് നമ്മുടെ കണ്ണ് വരയ്ക്കേണ്ട ലൈന്. ആ ലൈനിലാണ് നമ്മൾ കണ്ണ് വരുന്നത്. ഓക്കെ, അപ്പോൾ അടുത്ത ഈ സ്റ്റെപ്പ് നമ്മൾ ചെയ്യുന്നത് നമ്മൾ അതായത് താഴത്തെ താടിയുടെ ഇത് അത്ര വരെയുള്ള ആ ഒരു ഷേപ്പ് വരക്കുക എന്നുള്ളതാണ്. ഇതുവരെ നമുക്ക് ഒരു ഫേസിൻ്റെ ഷേപ്പൊന്നും കിട്ടിയില്ല. അതായത് നമ്മളൊരു സർക്കിൾ വരച്ചു, അത് ക്രോസ് ആയി ലൈൻ വരച്ചു. അപ്പോൾ നമുക്കൊരു ഫേസിൻ്റെ ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊരു ഇത് കണക്ട് ചെയ്ത് കൊടുക്കുക. ഒരു താടിയുടെ ആ ഒരു വരയായിട്ട് നമുക്കത് കണക്ട് ചെയ്ത് കൊടുത്തു. ഇനി ആ ഒരു ഭാഗം നമ്മൾ എന്ത് ചെയ്യുന്നു, 3ആയിട്ട് ഡിവൈഡ് ചെയ്യുന്നു. അപ്പോൾ അവിടെ ഒരു വരയിടുന്നു, ഇവിടെ ഒരു ലൈൻ ഇടുന്നു. അപ്പോൾ എന്തായി, നമുക്ക് 3 പാർട്ടായി. ഈ താഴത്തെ ഭാഗം 3 പാർട്ടായി, ഒരേ സൈസായിട്ട് 3 പാർട്ടായി. ഓക്കെ, അപ്പോൾ ഇനി അടുത്തതായിട്ട് നമ്മൾ ചെയ്യുന്നത് കണ്ണ് വരക്കുക എന്നുള്ളതാണ്. അപ്പോൾ കണ്ണ് വരക്കേണ്ട ആ സെൻറ്ററിൻ്റെ താഴത്തെ പീസ്, സർക്കിളിൻ്റെ താഴത്തെ അത് ഡിവൈഡ് ആക്കിയ ആ ഒരു ഭാഗം നമ്മൾ കണ്ണിൻ്റെ ലൈനാണ്. അതിൻ്റെ ഏകദേശം ഒരു സെൻട്രലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, കണ്ണിൻ്റെ കൃഷ്ണമണി സെൻറ്ററായിട്ട് അടയാളപ്പെടുത്തുന്നു. അപ്പോൾ ഈ ഒരു പോയിന്റിലാണ് നമ്മൾ കൃഷ്ണമണി വരക്കുന്നത്. അപ്പോൾ അത് തന്നെയായിട്ട് അതിൻ്റെ 2 സൈഡിലായിട്ട് സെൻറ്റർ ആ ഒരു കൃഷ്ണമണി അടയാളപ്പെടുത്തിയത് 2 സൈഡിലായിട്ട് ഒരു ലൈൻ ഇട്ട് കൊടുക്കുന്നു. അതാണ് നമ്മുടെ കണ്ണിൻ്റെ ഷേപ്പ്. അതായത് കണ്ണിൻ്റെ 2 അറ്റമുള്ള അവിടെയാണ്. അപ്പോൾ 2 സൈഡും അതുപോലെ ഒരേ അളവിൽ നമ്മൾ എന്ത് ചെയ്തു, ഇട്ട് കൊടുക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലാവില്ല. അപ്പോൾ ഒരു കണ്ണിൻ്റെ ആകൃതിയിൽ, അതായത് ഞാൻ വരച്ച് കാണിക്കുക ചെറുതായിട്ട്. അപ്പോൾ ഇങ്ങനെയൊരു കണ്ണിൻ്റെ ആകൃതിയിൽ നമ്മൾക്കിതാ ഈ ഒരു ഷേപ്പ് നമുക്ക് അവിടെ കിട്ടും. അപ്പോൾ അതാണ് നമ്മുടെ കണ്ണിൻ്റെ ഏരിയ എന്ന് പറയുന്നത്, കറക്റ്റ്. ഇനി അടുത്തത് കണ്ണിൻ്റെത് കഴിഞ്ഞാൽ നമ്മൾ നേരെ വരയ്ക്കുന്നത് മൂക്കാണ്. മൂക്ക് ഇതുപോലെ റൗണ്ടായിട്ട് വരയ്ക്കുന്നു. നമ്മൾ ഈ മൂക്കിൻ്റെ ഇവിടെ വരക്കാൻ വേണ്ടിയുള്ള ഇതിങ്ങനെ 3 റൗണ്ട് ഇട്ടിട്ട് നമുക്ക് മൂക്കിന് ഷേപ്പ് വരക്കാം. പക്ഷേ ഈ മൂക്കിൻ്റെ സൈഡ് എന്ന് പറയുന്നത് ഈ കണ്ണിൻ്റെ ഈ സ്റ്റാർട്ടിങ് ഈ ഒരു പോയിൻറ്റിൻ്റെ നേരെ ആയിരിക്കും നമ്മുടെ ഈ മൂക്കിൻ്റെ സൈഡ് വരുന്നത്. അതുപോലെ 2 സൈഡിലും നമ്മൾ ചെറിയൊരു ലൈൻ ഇട്ട് കൊടുത്തിട്ട് അതിൻ്റെ സൈസ് കറക്റ്റായിട്ട് ഈ ഒരു റൗണ്ട്, അതായത് ചെറിയ സൈഡ്, മൂക്കിൻ്റെ സൈഡ് ഇതുപോലെ വരച്ചു കൊടുക്കണം. അപ്പോൾ ഇതാണ് മൂക്കിൻ്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി നമ്മൾ വരുന്നത് ചുണ്ടിൻ്റെ സ്ഥലമാണ് അല്ലേ. ചുണ്ട് വരയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഈ മൂക്കിൻ്റെ നേരെ നമ്മൾ അടയാളപ്പെടുത്തിയ ഈ ഒരു ലൈൻ എന്ന് പറയുന്നത് സെൻറ്റർ ലൈനാണ്. നമ്മുടെ ചുണ്ടിൻ്റെ സെൻറ്റർ ആയിട്ടുള്ള ലൈനാണ് ഈ ഒരു ലൈൻ. അപ്പോൾ അത് നമുക്ക് എന്ത് ചെയ്യാം, ചുണ്ടിൻ്റെ ആകൃതികളായിട്ട് സെൻട്രൽ ലൈൻ എങ്ങനെയാണോ ആകൃതി എങ്ങനെയാണോ അതുപോലെ നീട്ടി വരിക. പക്ഷെ നീട്ടി വരകുമ്പോൾ അത് അറ്റത്ത് ചുണ്ടിൻ്റെ ഈ ഒരു സൈഡ് എന്ന് പറയുന്നത് നമ്മുടെ കൃഷ്ണമണിയുടെ സെൻട്രൽ ഭാഗത്തായ കൃഷ്ണമണിയുടെ ആ ഒരു നേരെയുള്ള പ്രൊപ്പോർഷനിൽ അത്ര വരെയാണ് ചുണ്ട് വരിക. അപ്പോൾ
അത്ര വരെ നമുക്ക് ചുണ്ടിൻ്റെ ഇതൊന്ന് വരച്ചു കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് കണ്ണ് വരച്ചു, മൂക്കിൻ്റെ ആ ഒരു ഏരിയ വരച്ചു, അതിന് ചുണ്ടിൻ്റെ ആ ഒരു ഏരിയയും കിട്ടി. ഇനി നമ്മൾ വരക്കാനുള്ള ചെവിയാണല്ലേ. ചെവി എന്ന് പറയുന്നത് നമ്മുടെ ഈ കണ്ണിൻ്റെ ഈ ഒരു ലൈനില്ലേ, ഈ ലൈനിൻ്റെ അവിടെ നിന്നാണ് ചെവിയുടെ സ്റ്റാർട്ടിങ് എന്ന് പറയുന്നത്, മുകളിൽ. അപ്പോൾ അവിടുന്ന് അവിടുന്ന് സ്റ്റാർട്ടിങ്ങും അതുപോലെ മൂക്കിൻ്റെ ഈ ഒരു ഇവിടെ നിന്നാണ് അത് നേരെയുള്ള ഒരു ലൈൻ ഇട്ടാൽ അവിടെയാണ് ചെവിയുടെ താഴത്തെ എൻഡ്. അപ്പോൾ അങ്ങനെ ആ ഒരു പ്രൊപ്പോർഷനിൽ നേരെ താഴത്തേക്ക് ചെവി വരച്ചു കൊടുക്കാം. അപ്പോൾ അതുപോലെ ഞാൻ രണ്ട് സൈഡിലായിട്ടും ചെവിയുടെ അതേ അളവിൽ അത് ചെയ്ത് വരച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പോൾ എന്തായി, ഒരു മുഖത്തിൻ്റെ ആ ഒരു സ്ട്രക്ചർ, ഒരു ഫേസിൻ്റെ ആ ഒരു സ്ട്രക്ചർ നമുക്ക് കിട്ടി ഏകദേശം. അപ്പോൾ ഇനി നമുക്ക് കണ്ണിൻ്റെ കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് കണ്ണ് വരക്കാം. അത് കണ്ണിൻ്റെ ആ ഒരു പോയിന്റിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യുന്നു, മുകളിലേക്ക് ഈ ഒരു വര അപ്പുറത്തേക്ക് കറക്റ്റ് സൈസിൽ വരച്ചെടുക്കാം. താഴത്തെ ഈ ഒരു ലൈനും വരക്കുമ്പോൾ കണ്ണിൻ്റെ ആ ഒരു ഷേപ്പ് അതുപോലെ നോക്കിയിട്ട് വരക്കാൻ ശ്രദ്ധിക്കുക. രണ്ട് കൂടി അതിങ്ങനെ മുട്ടിച്ചതിന് ശേഷം നമുക്ക് കൃഷ്ണമണി സെൻട്രലായിട്ട് കൃഷ്ണമണി കൂടി വരച്ചെടുക്കാം. ഓക്കെ, അപ്പോൾ കണ്ണിൻ്റെ ആ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ഇപ്പുറത്തുള്ളതും ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, അപ്പോൾ ഇനി ഈ കണ്ണിൻ്റെ മുകളിലായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരു വര വരുന്നത് നമ്മൾ കണ്ണിൻ്റെ മുകളിലായിട്ട് വരയുണ്ടാവും. ആ ഒരു വര നമുക്ക് ഇതുപോലെ കണ്ണിനെ അടുപ്പിച്ചിട്ടായിട്ട് നമുക്ക് വരച്ചെടുക്കാം. രണ്ട് സൈഡിലായിട്ട് കണ്ണിന് മുകളിലും അതുപോലെ താഴത്തുമായിട്ട് ഒരു വര നമുക്ക് കാണാൻ കഴിയും, സ്കിന്നിലൊരു ടെക്സ്ചർ കാണാൻ കഴിയും. അപ്പോൾ താഴത്തും മുകളിലായിട്ട് വരച്ചു. ഇനി താഴത്തും അതുപോലെ ഒരു ലൈൻ ഇട്ട് കൊടുക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് കണ്ണിൻ്റെ ആ ഒരു ഷേപ്പ് കിട്ടിയിട്ടുണ്ട്. ഇനി കണ്ണ് കൂടുതൽ വരക്കാൻ നിങ്ങൾക്ക് കണ്ണ് മാത്രം വരച്ചെടുക്കേണ്ട ഇതുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു വീഡിയോ കാണാം, എങ്ങനെ കണ്ണ് വരക്കാമെന്നുള്ളത്. അപ്പോൾ ഇവിടെ കണ്ണിന് കുറച്ചും കൂടി ഒരു റിയലിസ്റ്റിക് കുറച്ചൊരു ഇത് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു റിഫ്ലക്ഷനും അതുപോലെ കണ്ണിൻ്റെ അകത്ത് കുറച്ചൊരു ഡാർക്കും കൂടി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൂടുതൽ വ്യക്തമാകും. റിയലിസ്റ്റിക് ആയിട്ട് നിങ്ങൾക്ക് കണ്ണ് വരക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ എൻ്റെ പ്രീവിയസ് വീഡിയോ നിങ്ങൾ കാണാം. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ വരയ്ക്കുന്നത് കണ്ണിൻ്റെ മുകളിലുള്ള പുരികമാണ്. പുരികം വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു ലൈനിന് മുകളിൽ ടച്ച് ആയിട്ട്, അതായത് നമ്മുടെ സെൻട്രൽ ലൈൻ എന്ന് പറഞ്ഞ സർക്കിളിൻ്റെ സെൻട്രൽ ലൈനിൻ്റെ അവിടത്തേക്ക് ടച്ച് ആകുന്ന രീതിയിൽ, ഇനി അതിന് കുറച്ച് താഴത്തായാലും അതിന് മുകളിൽ പോകാൻ പാടില്ല, അതിന് കുറച്ച് താഴത്തേക്കായിട്ട് നമുക്ക് പുരികം വരയ്ക്കാം. ഈ ഒരു ഷേപ്പിൽ നമുക്ക് വരച്ചെടുക്കാം. അതുപോലെ രണ്ട് സൈഡിൽ നമ്മൾ അതുപോലെ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതേ പ്രൊപ്പോർഷനിൽ മുകളിൽ ആ സെൻട്രൽ ലൈനിലായിട്ട് ഏകദേശം ടച്ച് വന്ന് ബെൻഡായിട്ട് ഇങ്ങോട്ടേക്ക് ചരിച്ചെടുത്ത് അതുപോലെ വരയ്ക്കാം. ഓക്കെ, നമുക്ക് പുരികത്തിൻ്റെ ഒരു ഇത് കിട്ടിയിട്ടുണ്ട്. പിന്നെ പുരികത്തിൻ്റെ ഇത് നമ്മൾ റിയലിസ്റ്റിക്കായി വരയ്ക്കുമ്പോൾ ഇങ്ങനെ ഓരോ പുരികവും ഇങ്ങനെ വരയ്ക്കാൻ ശ്രദ്ധിക്കുക.
അപ്പോൾ ഇനി നമ്മൾ അടുത്ത് ചെയ്യുന്നത് മൂക്കിൻ്റെതാണ്. മൂക്കിൻ്റെ ഷേപ്പിനനുസരിച്ച് അത് ഈ റൗണ്ടിൻ്റെ അവിടെ കറക്റ്റായിട്ട് ഷേപ്പ് ഇങ്ങനെ വരുന്നു. അത് നേരെ ഈ സൈഡിലേക്ക് ഇങ്ങനെ ഒന്ന് വരച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ 2 സൈഡിൽ നിന്നും ഇങ്ങനെ മൂക്ക് ഈസി ആയിട്ട് ഇങ്ങനെ റൗണ്ട് വരച്ച് നമുക്ക് വളരെ ഈസി ആയിട്ട് വരക്കാം. ഇതുപോലെ മൂക്ക് വരക്കുന്ന വീഡിയോ ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട്, കാണാത്തവർ പോയി കാണാം. ഓക്കെ, അപ്പോൾ മൂക്കിൻ്റെ ഷേപ്പ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഞാൻ വരക്കുന്നത് മൂക്കിൻ്റെ അവിടെയൊക്കെ നമുക്ക് ചെറിയൊരു ഡാർക്കായിട്ട് കൊടുക്കാം. ഇവിടെ കുറച്ചൊരു ഡാർക്ക് സ്പോട്ട് ഉണ്ട്, അത് കൊടുക്കാം, കുറച്ചും കൂടി ഭംഗിയുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇനി നമ്മൾ മൂക്കിൻ്റെ അതും കൂടി വരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ എന്ത് ചെയ്യാം, ചുണ്ട് എങ്ങനെയാണ് വരയ്ക്കേണ്ടതെന്ന് നോക്കാം. അപ്പോൾ ചുണ്ടിൻ്റെ എന്ന് പറഞ്ഞാൽ മൂക്കിൻ്റെ താഴത്തേക്ക് നമ്മൾ വരച്ചത് സെൻട്രൽ ലൈനാണ്. അപ്പം മൂക്കിൻ്റെ അപ്പർ ലൈൻ, അതായത് മുകൾ നമ്മുടെ ചുണ്ടിൻ്റെ മുകളിലുള്ള ഭാഗം, അത് മുകളിലുള്ള ലൈന് ഇതുപോലെ ആ ലൈനിന് കണക്റ്റ് ആക്കിയിട്ട് വരച്ചു കൊടുക്കുക. അതായത് ചുണ്ടിൻ്റെ ആകൃതിയിൽ നിങ്ങൾ ഷേപ്പ്, ചുണ്ടിനൊരു പ്രത്യേക ഷേപ്പ് ഉണ്ടല്ലോ, ആ ഒരു ആകൃതിയിൽ ഇങ്ങനെ കണക്ട് ചെയ്ത് കൊടുക്കുന്നു. അതുപോലെ തന്നെ താഴത്തും സെൻട്രൽ ലൈനിൻ്റെ താഴത്തായിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് ഫേസ് നമ്മളിത് കറക്റ്റായിട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നിങ്ങൾ ഈ ഒരു മെത്തേഡ് ഉപയോഗിച്ച് നിങ്ങൾക്കും ഈസിയായി വരക്കാൻ പറ്റും. ഇതിങ്ങനെ കറക്റ്റ് പ്രൊപ്പോർഷനിൽ വരച്ചെടുത്താൽ നിങ്ങൾക്കും ഈസിയായിട്ട് വരക്കാം. അപ്പോൾ നിങ്ങൾ കളറൊക്കെ കൊടുത്ത് ഷെയ്ഡൊക്കെ കൊടുത്ത് വരുമ്പോൾ ബ്യൂട്ടി ആവും. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു, ഉപകാരപ്രദമായെന്ന് കരുതുന്നു. നിങ്ങളുടെ എന്ത് ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് കമൻസിൽ അറിയിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ താങ്ക് യു, ബൈ.